വിഴിഞ്ഞം തുറമുഖത്തിന് എല്ലാവിധ സഹായവും നൽകുമെന്ന് കേന്ദ്രത്തിന്റെ ഉറപ്പ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം പ്രധാനമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് കേന്ദ്രം ഈ ഉറപ്പ് നൽകിയത്. എന്നാൽ വിഴിഞ്ഞവും കുളച്ചലും രാജ്യത്തിന്റെ വികസനത്തിന് ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. അതേസമയം എയർ കേരള പദ്ധതി സർക്കാരിന്റെ അജണ്ടയിൽ ഇല്ലെന്നും ആറന്മുള വിമാനത്താവള പദ്ധതിയോട് യോജിപ്പില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 30 കിലോമീറ്റർ അകലെ മാത്രമുള്ള കുളച്ചിൽ തുറമുഖത്തിന് അനുമതി നൽകിയ കേന്ദ്ര നിലപാടിലെ ആശങ്കയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചത്. വിഴിഞ്ഞത്തിന് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്ത പ്രധാനമന്ത്രി വിഴിഞ്ഞം തുറമുഖത്തിന് തന്നെ പ്രഥമ പരിഗണന നൽകുമെന്നും വ്യക്തമാക്കി. എന്നാൽ കുളച്ചൽ തുറമുഖവും രാജ്യത്തിന്റെ വികസനത്തിന് ആവശ്യമെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടതായും മുഖ്യമന്ത്രി അറിയിച്ചു. പ്രധാനമന്ത്രി എടുത്ത നിലപാട് കുളച്ചൽ തുറമുഖം അത്തരമൊരു തുറമുഖം നിർമ്മിക്കുന്നതുകൊണ്ട് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കില്ല എന്നതാണ്. അതോടൊപ്പം അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കാൻ കേന്ദ്രം പ്രതിജ്ഞാബദ്ധമാണ്. ഗെയിൽ വാതക പൈപ്പ് ലൈൻ പൂർത്തീകരണം വേഗത്തിലാക്കാനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ധാരണയിലെത്തി. ഫാക്ടിന്റെ ഭൂമി വ്യവസായ ആവശ്യങ്ങൾക്ക് ഫലപ്രദമായി ഉപയോഗിക്കാനും ധാരണയിലെത്തി. കശുവണ്ടി മേഖല പ്രതിസന്ധി പരിഹരിക്കാൻ റബ്ബറിന് നൽകിയതുപോലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനും തീരുമാനിച്ചു. ശബരിമല അടക്കമുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചുള്ള എയർ സർവീസ് ആവശ്യവും കേരളം കേന്ദ്രം മുമ്പാകെ അവതരിപ്പിച്ചു. എന്നാൽ എയർ കേരള പദ്ധതി സർക്കാരിന്റെ അജണ്ടയിലില്ലെന്നും ആറന്മുളയിലെ വിമാനത്താവള പദ്ധതിയോട് യോജിപ്പില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സ്ഥലം നൽകിയാൽ കേരളത്തിൽ 14 ജില്ലകളിലും സ്ത്രീ സുരക്ഷാ കേന്ദ്രങ്ങൾ നിർമ്മിച്ചു നൽകാമെന്ന ഉറപ്പും മേനകാ ഗാന്ധി മുഖ്യമന്ത്രി പിണറായി വിജയനെ അറിയിച്ചു. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. ഹൈക്കോടതി മാധ്യമപ്രവർത്തകർക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ നീക്കാൻ സമയമായെന്നാണ് കരുതുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മാധ്യമപ്രവർത്തകർക്ക് സ്വതന്ത്രമായി റിപ്പോർട്ട് ചെയ്യാനുള്ള അവകാശം ലഭിക്കണമെന്നും കോടതി വൈകാതെ തന്നെ ഇക്കാര്യത്തിൽ ഉചിതമായ തീരുമാനമെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും പിണറായി പറഞ്ഞു. സാമ്പത്തിക ഉപദേശകയായി ഗീതാ ഗോപിനാഥിനെ നിയമിച്ചതിനെതിരായ വിമർശനങ്ങൾ സതുദ്ദേശപരമായാണ് കാണുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മാധ്യമപ്രവർത്തകരും അഭിഭാഷകരും പരസ്പരം ഏറ്റുമുട്ടേണ്ടവരല്ല. നേരത്തെ ഉണ്ടായിരുന്ന സൗഹൃദ അന്തരീക്ഷം പുനഃസ്ഥാപിക്കാനാകണം. സംസ്ഥാന സർക്കാർ ഇരുവിഭാഗവുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷം വലിയ സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. എന്നാൽ ഇപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണം ഹൈക്കോടതിയുടെ നടപടിയാണ്. ഇതിൽ സർക്കാരിന് ഇടപെടുന്നതിൽ പരിമിതിയുണ്ട്. മാധ്യമപ്രവർത്തകർക്ക് സ്വതന്ത്രമായി റിപ്പോർട്ട് ചെയ്യുന്നതിനുള്ള അവകാശമുണ്ടാകണം. ഹൈക്കോടതി ഏർപ്പെടുത്തിയ നിയന്ത്രണം നീക്കാൻ സമയമായെന്നാണ് കരുതുന്നതെന്നും വൈകാതെ കോടതി ഇക്കാര്യത്തിൽ ഉചിതമായ തീരുമാനമെടുക്കുമെന്നാണ് പ്രതീക്ഷയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തൽക്കാലം വികാരം ശമിപ്പിക്കാൻ വേണ്ടി പരസ്പരം ഏറ്റുമുട്ടുന്നതിനുള്ള അവസരമില്ലാതാക്കുക, ഇതായിരിക്കാം ഹൈക്കോടതി സ്വീകരിച്ചിട്ടുണ്ടാകുക. അത് ഏറെക്കുറെ സമയമായി എന്നാണ് തോന്നുന്നത്. ഹൈക്കോടതി തന്നെ രണ്ടു കൂട്ടരുമായും ഇടപെട്ട് ഒരു നേരത്തെയുള്ള നില പുനഃസ്ഥാപിക്കേണ്ട ഘട്ടം ഏറെക്കുറെ സംജാതമായി വരുന്നു എന്നാണ് തോന്നുന്നത്. അതിൽ ഹൈക്കോടതി ശരിയായ രീതിയിൽ ഇടപെടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കാവുന്നത്. സാമ്പത്തിക ഉപദേശകയായി ഗീതാ ഗോപിനാഥിനെ നിയമിച്ചതിനെതിരായ വിമർശനങ്ങൾ സതുദ്ദേശപരമായാണ് കാണുന്നത്. ഗീതാ ഗോപിനാഥിന്റെ യോഗ്യത സംബന്ധിച്ച് സംശയമില്ല. ഉപദേശങ്ങൾ സ്വീകരിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് സർക്കാരാണെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അപ്പോൾ അവരുടെ ഉപദേശം കിട്ടുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ആ ഉപദേശം സ്വീകരിക്കണോ സ്വീകരിക്കണ്ടേ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ഗവൺമെൻറ്റാണ്. അപ്പോൾ ഉപദേശം ലഭിക്കുന്നതിനൊരു കുറവുമില്ല, ഒരു തെറ്റുമില്ല. കോടിയേരി ബാലകൃഷ്ണൻ പയ്യന്നൂരിൽ നടത്തിയ പ്രസംഗം പ്രകോപനം സൃഷ്ടിക്കാനല്ലെന്നും ഈ കാര്യം കോടിയേരി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും പിണറായി വിജയൻ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി നൽകി. എം സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. ധനമന്ത്രിയായിരിക്കെ കോഴിക്കച്ചവടക്കാർക്കും മരുന്ന് കമ്പനികൾക്കും അനധികൃതമായി നികുതി ഇളവ് നൽകിയെന്ന പരാതിയിൽ കെ മാണിക്കെതിരെ വിജിലൻസ് ത്വരിത പരിശോധന ആരംഭിച്ചു. എറണാകുളം വിജിലൻസ് ഡിവൈഎസ്പി പരാതിക്കാരനായ അഡ്വക്കേറ്റ് നോബിൾ മാത്യുവിൽ നിന്ന് മൊഴിയെടുത്തു. നികുതി ഇളവ് നൽകിയത് വഴി ഖജനാവിന് 150 കോടി രൂപയുടെ നഷ്ടമുണ്ടായതായാണ് പരാതി. തൃശൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന തോംസൺ ഗ്രൂപ്പിന് 2013 64 കോടി രൂപ നികുതി ഇളവ് നൽകിയത് സംബന്ധിച്ചായിരുന്നു വിജിലൻസിന് ലഭിച്ച പ്രധാന പരാതി. ഇറച്ചിക്കോഴികൾ സംസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിന് ഒടുക്കേണ്ട നികുതിയിൽ ധനമന്ത്രി എന്ന അധികാരം ഉപയോഗിച്ച് കെ എം മാണി ഇളവ് നൽകുകയായിരുന്നു. ഒപ്പം ചില ആയുർവേദ മരുന്ന് കമ്പനികൾക്കും ഇതേ കാലയളവിൽ സർക്കാർ അനധികൃതമായി നികുതി ഇളവ് നൽകിയിരുന്നു. രണ്ടിടപാടുകളിലുമായി ഖജനാവിന് 150 കോടി രൂപ നഷ്ടം സംഭവിച്ചു. ഇതിനു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും കെ എം മാണിക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്നുമായിരുന്നു പരാതിയിലെ ആവശ്യം. വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിന്റെ നിർദ്ദേശപ്രകാരം എറണാകുളം വിജിലൻസ് ഡിവൈഎസ്പി അന്വേഷണം ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി പരാതിക്കാരനായ അഡ്വക്കേറ്റ് നോബിൾ മാത്യുവിൽ നിന്നും വിജിലൻസ് മൊഴി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ.
തെക്കൻ യമനിലെ വൃദ്ധസദനം ആക്രമിച്ച് മലയാളി വൈദികൻ ഫാദർ ടോം ഉൾനാലിനെ തട്ടിക്കൊണ്ടുപോയ 3 ഭീകരർ പിടിയിൽ. അൽഖ്വയ്ദ പ്രവർത്തകരാണ് പിടിയിലായത്. എന്നാൽ ഫാദർ ടോമിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. യമനിൽ ഫാദർ ടോം ഉഴുന്നാലിനെ തട്ടിക്കൊണ്ടുപോയ ഭീകരർ അൽഖ്വയ്ദ പ്രവർത്തകരാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ഫാദർ ടോം ഉഴുന്നാലിനെ തട്ടിക്കൊണ്ടുപോയവരിൽ 3 ഭീകരരാണ് പോലീസ് പിടിയിലായത്. ഇവരെ അറസ്റ്റ് ചെയ്ത കാര്യം വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. യമനിലെ തെക്കനേതനിൽ മിഷനറീസ് ഓഫ് ചാരിറ്റി വൃദ്ധസദനം ആക്രമിച്ച് ഇന്ത്യക്കാരിയായ കന്യാസ്ത്രീ അടക്കം 16 പേരെ കൊന്നുവെന്ന് ഭീകരർ കുറ്റസമ്മതം നടത്തി. എന്നാൽ ഇവർ തട്ടിക്കൊണ്ടുപോയ ഫാദർ ടോം ഉഴുന്നാലിനെ കുറിച്ച് ഇതുവരെ സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല. പിടിയിലായ 3 പേരിൽ ഭീകരൻ ഷുക്രി അഹമ്മദ് ഹുസൈൻ ആണ് തങ്ങൾ അൽഖയ്ദ സംഘടനയിൽപ്പെട്ടവരാണെന്ന് മൊഴി നൽകിയത്. ഏതനിലെ ഷെയ്ഖ് ഒത്മാനിലെ മുസ്ലിം പള്ളി കേന്ദ്രീകരിച്ചായിരുന്നു പിടിയിലായവരുടെ പ്രവർത്തനം. ഫാദർ ടോമിന്റെ നേതൃത്വത്തിൽ വൃദ്ധസദനം കേന്ദ്രീകരിച്ച് മതപരിവർത്തനം നടന്നിരുന്നുവെന്നും അതിനാലാണ് വൃദ്ധസദനം ആക്രമിച്ചതെന്നും പിടിയിലായവർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്. തദ്ദേശ സ്ഥാപന ഉപതെരഞ്ഞെടുപ്പിൽ LDFന് നേട്ടം. LDF 7ഉം UDF 5ഉം BJP 3 വാർഡുകളിൽ ജയിച്ചു. കാസർഗോഡ് ഉദുമ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ UDF നിലനിർത്തി. ഇടുക്കി കൊക്കയാർ പഞ്ചായത്ത് ഭരണം UDFന് നഷ്ടമായി. ശ്രദ്ധേയമായ മത്സരം നടന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ പാപ്പനംകോട് വാർഡിൽ BJP സീറ്റ് നിലനിർത്തി. ബി ആശാനാഥ 35 വോട്ടുകൾക്കാണ് വിജയിച്ചത്. ഇവിടെ UDF 3ാം സ്ഥാനത്തേക്ക് പോയി. തൊളിക്കോട് പഞ്ചായത്തിലെ തോട്ടുമുക്ക് വാർഡിൽ LDFന്റെ സജിത 151 വോട്ടുകൾ നേടി UDFിൽ നിന്ന് സീറ്റ് പിടിച്ചെടുക്കുകയായിരുന്നു. വർക്കല വെട്ടൂർ പഞ്ചായത്തിലെ അക്കരവിള വാർഡിൽ LDF സ്ഥാനാർത്ഥി റീന വി 134 വോട്ടുകൾക്ക് വിജയിച്ചു. UDFിൽ നിന്നാണ് ഈ സീറ്റ് പിടിച്ചെടുത്തത്. ആലപ്പുഴ ചേർത്തല മുനിസിപ്പാലിറ്റി സിവിൽ സ്റ്റേഷൻ വാർഡിൽ BJP സ്വതന്ത്രൻ വിജയിച്ചു. ഇവിടെ വിജയം കൈവരിച്ച ജ്യോതിഷ് ആലപ്പുഴയിൽ BJPക്ക് അക്കൗണ്ട് തുറന്നു കൊടുക്കുകയായിരുന്നു. പലമേൽ പഞ്ചായത്തിലെ ആടിക്കാട്ടുകുളങ്ങര വാർഡിൽ UDFിൽ നിന്ന് LDF സീറ്റ് പിടിച്ചെടുത്തു. കോട്ടയം മണർകാട് പഞ്ചായത്തിലെ പറമ്പുകര വാർഡിൽ UDFന് സിറ്റിംഗ് സീറ്റ് നഷ്ടമായി. ഈ സ്ഥലത്ത് 3ാം സ്ഥാനം കൊണ്ട് UDFന് തൃപ്തിപ്പെടേണ്ടി വന്നു. BJPയുടെ സിന്ധു 198 വോട്ടുകൾ നേടി വിജയക്കൊടി പാറിച്ചു. മാടപ്പള്ളി പഞ്ചായത്തിലെ കണിച്ചുകുളം വാർഡ് UDF നിലനിർത്തി. ഇടുക്കി ജില്ലയിലെ കൊക്കയാർ പഞ്ചായത്ത് ഭരണം UDFന് നഷ്ടമായി. എറണാകുളം തൃപ്പൂണിത്തുറ നഗരസഭയിൽ 39ാം ഡിവിഷനിൽ BJPയിൽ നിന്ന് UDF സീറ്റ് പിടിച്ചെടുത്തു. കൊടുങ്ങല്ലൂർ ശ്രീനാരായണപുരം പത്താഴക്കോട് വാർഡ് LDFിൽ നിന്ന് UDF പിടിച്ചെടുക്കുകയായിരുന്നു. ഒറ്റപ്പാലം നഗരസഭയിലെ 29ാം വാർഡും കണ്ണൂർ കല്യാശ്ശേരി 6ാം വാർഡും കോഴിക്കോട് ഓമശ്ശേരിയും LDF നിലനിർത്തിയപ്പോൾ കാസർഗോഡ് ഉദുമ ഡിവിഷൻ UDF നിലനിർത്തി. മലപ്പുറത്ത് UDF സ്വതന്ത്രൻ വിജയിച്ചതോടെ UDFന് ഈ തെരഞ്ഞെടുപ്പിൽ നേരിയ ആശ്വാസം നേടാനായപ്പോൾ BJP ജയിച്ച 3 സ്ഥലത്തും UDF 3ാം സ്ഥാനത്തേക്ക് പോയത് UDFന് കനത്ത തിരിച്ചടിയായിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വാർത്തകൾ തുടരുന്നു. ഗതാഗത കമ്മീഷണർ ടോമിൻ ജെ തച്ചങ്കരിക്കെതിരെ വിജിലൻസിന്റെ ത്വരിത പരിശോധന. വാഹന മലിനീകരണ നിയന്ത്രണ നിബന്ധനകളിൽ ഇളവ് നൽകിയതടക്കമുള്ള പരാതികളിലാണ് അന്വേഷണം. അതേസമയം താൻ ക്രമക്കേട് നടത്തിയിട്ടില്ലെന്നും പരസ്യ വിചാരണയ്ക്ക് തയ്യാറെന്നും ടോമിൻ തച്ചങ്കരി പ്രതികരിച്ചു. വാഹനങ്ങളിലെ മലിനീകരണ നിയന്ത്രണത്തിനായുള്ള ഭാരത് സ്റ്റേജ് നിബന്ധനകളിൽ ഇളവ് നൽകിയതുൾപ്പെടെയുള്ള പരാതികളിലാണ് ഗതാഗത കമ്മീഷണർ ടോമിൻ ജെ തച്ചങ്കരിക്കെതിരെ വിജിലൻസ് ത്വരിത പരിശോധന നടത്തുന്നത്. ഭാരത് സ്റ്റേജ് 4 നിലവാരം പാലിക്കുന്ന വാഹനങ്ങൾക്ക് അനുമതി നൽകാവൂ എന്നാണ് നിയമം. എന്നാൽ തച്ചങ്കരി 2 വാഹന നിർമ്മാതാക്കൾക്കായി നിയമം മറികടന്ന് സ്റ്റേജ് 3യിൽ തുടരാൻ അനുമതി നൽകിയെന്നാണ് പരാതി. വാഹന പുകപരിശോധനാ കേന്ദ്രങ്ങളിൽ ഒരു കമ്പനിയുടെ സോഫ്റ്റ്വെയർ മാത്രം ഉപയോഗിക്കണമെന്ന് തച്ചങ്കരി നിർദ്ദേശം നൽകിയതായും ചില വാഹന ഡീലർമാർക്ക് പിഴയിൽ ഇളവ് കൊടുത്തതായും ആരോപണമുണ്ട്. ഇതു സംബന്ധിച്ചുള്ള എല്ലാ ഉത്തരവുകളും വിജിലൻസ് പരിശോധിക്കും. ഉത്തരവുകൾ സംബന്ധിച്ച് ഹൈക്കോടതിയിൽ ലഭിച്ച പരാതികളെ തുടർന്നാണ് അന്വേഷണം. അതേസമയം ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് ഭാരത് സ്റ്റേജ് നിബന്ധനകളിൽ ഇളവ് നൽകിയതെന്നും വാഹന പുകപരിശോധനാ സോഫ്റ്റ്വെയർ സ്ഥാപിക്കുന്നതിനുള്ള കമ്പനിയെ തെരഞ്ഞെടുത്തത് കെൽട്രോൺ ആണെന്നും തച്ചങ്കരി പീപ്പിൾ TVയോട് പറഞ്ഞു. പൊതുജനമധ്യത്തിൽ താഴ്ച കാണിച്ച് മോഷണ വകുപ്പിന്റെ പരിഷ്കരണ പദ്ധതികളും അതുപോലെ പുരോഗമനപരമായിട്ടുള്ള കാര്യങ്ങളും പിന്നോട്ടെടുപ്പിക്കാനുള്ള ശ്രമം അത് നടക്കില്ല. അതിൽ നിന്ന് ഭയവുമില്ല. ഈ സ്വാഭാവികമായ നടപടി ചെയ്യുമ്പോൾ ഏതൊരു ഉദ്യോഗസ്ഥനും ഞങ്ങളുടെ വകുപ്പും ചെയ്യുന്നതുപോലെ ഞങ്ങൾ അവരോട് സഹകരിച്ച കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇക്കാര്യങ്ങളിൽ പരസ്യ വിചാരണയ്ക്ക് തയ്യാറാണെന്നും തച്ചങ്കരി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മാധ്യമ സ്വാതന്ത്ര്യം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് VS അച്യുതാനന്ദൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് കത്ത് നൽകി. മാധ്യമങ്ങൾക്ക് നിർഭയമായി റിപ്പോർട്ട് ചെയ്യാനുള്ള അവസരമുണ്ടാക്കണം. കോടതികളിൽ മാധ്യമപ്രവർത്തകരെ പ്രവേശിപ്പിക്കുന്നതിൽ നിന്ന് വിലക്കുന്നത് ജനങ്ങളുടെ അറിയാനുള്ള അവകാശത്തെയാണ് നിഷേധിക്കുന്നത്. അഭിഭാഷകരും പോലീസും ചേർന്ന് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം തടസ്സപ്പെടുത്തുകയാണെന്ന് VS കുറ്റപ്പെടുത്തുന്നു. ഹൈക്കോടതിയിലെ മീഡിയ റൂം അടച്ചിട്ടിരിക്കുന്നത് തുറന്ന കോടതി എന്ന സങ്കല്പത്തിന് വിരുദ്ധമാണെന്നും VS കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്.
ഹെൽമറ്റ് ധരിക്കാത്ത ഇരുചക്ര വാഹനയാത്രക്കാർക്ക് പമ്പുകളിൽ നിന്ന് പെട്രോൾ നൽകരുതെന്ന ഉത്തരവ് തിരുത്തി ഗതാഗത കമ്മീഷണർ ടോമിൻ തച്ചങ്കരിയാണ് പുതിയ ഉത്തരവിറക്കിയത്. ഹെൽമറ്റ് കർശനമാക്കുന്നതിനായി പരിശോധനയും ബോധവൽക്കരണവും നടത്തണമെന്നാണ് പുതിയ ഉത്തരവ്. ഓഗസ്റ്റ് 1 മുതൽ ഹെൽമറ്റ് ധരിക്കാത്ത ഇരുചക്ര വാഹന യാത്രക്കാർക്ക് പെട്രോൾ നൽകേണ്ടെന്ന ഗതാഗത കമ്മീഷണർ ടോമിൻ തച്ചങ്കരിയുടെ ഉത്തരവാണ് അദ്ദേഹം തന്നെ മയപ്പെടുത്തിയത്. ഹെൽമറ്റ് ധരിക്കാത്തവരെ ആദ്യഘട്ടമെന്ന നിലയിൽ ഉപദേശിക്കാനും ലഘുലേഖകൾ വിതരണം ചെയ്തും മറ്റും ഹെൽമറ്റ് ഉപയോഗം പ്രോത്സാഹിപ്പിക്കാനുമാണ് പുതിയ ഉത്തരവിൽ പറയുന്നത്. തുടർന്നും ഹെൽമറ്റ് ധരിക്കാൻ കൂട്ടാക്കാത്തവർക്കെതിരെ നിലവിലെ മോട്ടോർ വാഹന നിയമം നിഷ്കർഷിക്കുന്ന ശിക്ഷാ നടപടികൾ സ്വീകരിക്കാം. പോലീസുമായി ചേർന്ന് പരിശോധന കർശനമാക്കാനും ബോധവൽക്കരണത്തിലൂടെ നിയമം അനുസരിപ്പിക്കാനും ഉത്തരവിൽ നിർദ്ദേശിക്കുന്നു. ഉത്തരവ് എല്ലാ ഡെപ്യൂട്ടി ഗതാഗത കമ്മീഷണർമാർക്കും RTOമാർക്കും അയച്ചു. പെട്രോൾ ലഭിക്കണമെങ്കിൽ ഹെൽമറ്റ് ധരിക്കണമെന്ന ഉത്തരവിനെതിരെ നേരത്തെ ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ ഗതാഗത കമ്മീഷണറോട് വിശദീകരണം ചോദിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഉത്തരവ് തിരുത്തിയത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തിരികെ വാർത്തകളിലേക്ക്. ഗോപു നന്ദിലത്ത് ജിമാർട്ട് 26ാമത് ഹൈടെക് ഷോറൂമിന്റെ ഉദ്ഘാടനം ആറ്റിങ്ങലിൽ നടന്നു. ആറ്റിങ്ങൽ MLA അഡ്വക്കേറ്റ് B സത്യൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആദ്യ വിൽപ്പന ഗോപു നന്ദിലത്ത് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അർജുൻ നന്ദിലത്താണ് നിർവഹിച്ചത്. ആറ്റിങ്ങൽ മുനിസിപ്പൽ ചെയർമാൻ M പ്രദീപ് ചടങ്ങിൽ പങ്കെടുത്തു. ഭീമ ജുവലേഴ്സിന്റെ തൊടുപുഴ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത സിനിമാ താരം ജയസൂര്യയും ബാലതാരം അക്ഷര കിഷോറും ചേർന്ന് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. അമ്പലം ബൈപ്പാസിൽ ആരംഭിച്ച ഷോറൂമിൽ പുതിയ തരം വിവാഹാഭരണങ്ങളും ഭാരം കുറഞ്ഞ ആഭരണങ്ങളും വൈവിധ്യങ്ങളായ വജ്രാഭരണങ്ങളും ലഭിക്കും. ചടങ്ങിൽ ഭീമ ചെയർമാൻ ബിന്ദു മാധവ്, ഡയറക്ടർ അഭിഷേക് ബിന്ദു മാധവ് തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു.